ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. ഒന്ന് പറശ്ശിനിക്കടവ് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ആ ശിഖേട്ടൻ വന്നേരം പറഞ്ഞു നമുക്ക് രാവിലെ പുലർച്ചയ്ക്ക് ഒന്ന് പറശ്ശിനിക്കടവിൽ പോയാലോ. അങ്ങനെ രാവിലെ നമ്മളൊരു 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 6:45 അവിടെ പറശ്ശിനിക്കടവിലെത്തി. അപ്പോൾ പാർക്ക് ചെയ്യേണ്ടടുത്ത് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ നടന്നു പോകുമ്പോൾ മുല്ലപ്പൂ കണ്ടിട്ട് മോള് പറഞ്ഞു മുല്ലപ്പൂ വേണം. അങ്ങനെ അവൾ വാങ്ങുമ്പോൾ ഞാനും മുല്ലപ്പൂ എല്ലാം വാങ്ങി. പിന്നെ ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കിയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ എല്ലാവരും ലീവുള്ള ദിവസമായതുകൊണ്ട് ക്ഷേത്രത്തിൽ വരില്ല. അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി. പുഴയിൽ നോക്കുമ്പോൾ നല്ല വെള്ളവും മഴയെല്ലാം പെയ്തുകൊണ്ട് നല്ല വെള്ളം. കാലെല്ലാം കഴുകി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ നോക്കുമ്പോൾ ചെറിയ മുത്തപ്പനെയും വലിയ മുത്തപ്പനെയും തിരുവപ്പനെയും ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തപ്പന് പൈസയെല്ലാം കൊടുത്തു. പിന്നെ അങ്ങനെ പുറത്തിറങ്ങി. പ്രസാദ വിതരണം ഉണ്ടായിരുന്നു, ചായയും മമ്പയറും എല്ലാം. അപ്പോൾ അതെല്ലാം കഴിച്ച് അപ്പോൾ നൂട്ടൻ പറഞ്ഞ അമ്മയെ നമുക്ക് പുറത്തോട്ട് കുറച്ച് സമയം നടക്കാം. അങ്ങനെ ആ നടപ്പാതയിലൂടെ കുറേ നടന്നു. അപ്പോൾ ഇവർ രണ്ടാളും കല്ലട്ടിൻ്റെ ഉള്ളിൽ കുറേ ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നിന്ന് കുറേ സമയം അതിൻ്റെ പുറം നോക്കി നിന്ന് കളിച്ച്. പിന്നെ നമ്മൾ ബോട്ടെല്ലാം പോകുന്നുണ്ടായിട്ട് ബോട്ടെല്ലാം നോക്കി. ബോട്ടിൽ കയറാൻ വലിയ സമയവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിൽ തിരിച്ചെത്തേണ്ടതുകൊണ്ട് ബോട്ടിലൊന്നും കയറിയിട്ടില്ല. പിന്നെ പുറത്തിറങ്ങി ചായയെല്ലാം കുടിച്ച്. അപ്പോൾ മോൾക്ക് 10 മണിക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് വീട്ടിലെത്തണം. പിന്നെ അപ്പോൾ 10-10:15